ജാനുശീർഷാസന ചെയ്യാം. അതിനായിട്ട് വലത് കാല് മുട്ടുമടക്കി വെച്ചിട്ടുണ്ട്. ഇടത് കാൽമുട്ടിനടുത്തായിട്ടാണ് വലത് കാലിൻ്റെ പാദം വരുന്നത്. എന്നാൽ കാൽമുട്ടിന് അടിയിലായിട്ടല്ല പോകുന്നത്. ഇടത് കാല് നേരെ നിവർന്നാണ് ഇരിക്കുന്നത്. ഇരു കൈകളും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് ബെൻഡ് ചെയ്ത് കാലിൻ്റെ വിരലിൽ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിടിക്കുക. ഇനി അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ എത്തുന്നത് ആ രീതിയിൽ പിടിച്ചിട്ട് താടി മുന്നിലോട്ട് നീട്ടി കൊടുത്തുകൊണ്ട് മുന്നിലോട്ട് ബെൻഡ് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. സാധിക്കുന്നവർ കാൽമുട്ടിനടുത്തേക്ക് തല കൊണ്ടുവരാം. എന്നാൽ അല്ലാത്തവർ നിങ്ങൾക്ക് എന്തോരം സാധിക്കുമോ ആ രീതിയിൽ അവിടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. കൈവശങ്ങളിലാണ് എത്തുന്നുള്ളെങ്കിൽ അവിടെ വെച്ചാൽ മതി. നോർമൽ ബ്രീത്തിങ്ങിൽ എന്നിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തി വശങ്ങളിലൂടെ ശ്വാസം വിട്ട് താഴ്ത്തി. എതിർവശം ഇതുപോലെ തന്നെ ചെയ്യാം. വലത് കാല് നീട്ടി വെച്ചു, ഇടത് കാല് മുട്ടുമുതൽ മടക്കി കൊടുത്തു. ശ്വാസം എടുത്ത് രണ്ട് കൈകളും മുകളിലേക്ക് വശങ്ങളിലൂടെ ഉയർത്തി ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് വരിക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധിക്കുന്ന രീതിയിൽ മുന്നിലേക്ക് ബെൻഡ് ചെയ്താൽ മതി. നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ കുറച്ച് നേരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. വശങ്ങളിലൂടെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. അടുത്തതായിട്ട് നമുക്ക് പശ്ചിമോത്താനാസന ചെയ്യാം. ശ്വാസം എടുത്ത് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് ബെൻഡ് ചെയ്ത് വരിക. കാലുകൾ രണ്ടും നീട്ടിയാണ് വെച്ചേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കാലിൻ്റെ വിരലിൽ നിങ്ങൾ കൈകൊണ്ട് ഹുക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്നുള്ളവരങ്ങനെ പിടിക്കുക. ഇനി പറ്റാത്തവർ നിങ്ങൾക്ക് എവിടം വരെ എത്തുമോ അത്രയും പിടിക്കുക. മുന്നിലോട്ട് ഫുള്ളായിട്ട് ബെൻഡ് ചെയ്ത് പോകാൻ പറ്റാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പർ ബാക്കിന് ഇങ്ങനെ കേർവ് ചെയ്തുകൊണ്ട് തല താഴെ മുട്ടിച്ചിട്ട് കാര്യമില്ല. അല്ലാതെ താടി മുന്നിലോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ മുന്നിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തോരം നിൽക്കാൻ സാധിക്കുമോ ആ രീതിയിൽ നോർമൽ ബ്രീത്തിങ്ങിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം എടുത്ത് വിട്ട് സാധാരണ രീതിയിൽ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിൽക്കാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കാലിൻ്റെ മുട്ടുകളുടെ അടിഭാഗം താഴെ പതിച്ച് വെക്കാനായിട്ട്, അതായത് കാൽമുട്ട് മടക്കി കൊടുക്കാതിരിക്കുക. കാല് നിവർത്തി വെച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ബാക്ക് പെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് കാൽമുട്ട് മടങ്ങിയിരുന്നാലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ റിലീസ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഓരോ കാലുകളും മുട്ടുമടക്കി ഉപ്പൂറ്റി നമ്മുടെ ഓരോ ബട്ടക്സിന് താഴെയായിട്ട് വരുന്ന രീതിയിൽ, അതായത് ബട്ടക്സ് ഉപ്പൂറ്റിക്ക് മേലെയായിട്ട് വരുന്ന രീതിയിൽ ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് വരിക. ഇതിനെ വജ്രാസന എന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് നേരം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഭക്ഷണം കഴിച്ചതിന് തൊട്ട് ശേഷം പോലും ഇരിക്കാൻ സാധിക്കുന്ന ഒരു പോസാണ് വജ്രാസന. ദഹനം നന്നായിട്ട് നടക്കാനായിട്ട് വജ്രാസനയിൽ ഇരിക്കുന്നത് വളരെ സഹായകരമായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലർക്കെങ്കിലും കണങ്കാലിൻ്റെ അവിടെ ആംഗിൾസിൻ്റെ അവിടെ പെയിൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു ഫോൾഡഡ് ബ്ലാങ്കറ്റ് മടക്കി നിങ്ങൾ കാലിൻ്റെ ആംഗിൾസിൻ്റെ അടിയിലായിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അതേപോലെ മുട്ടുവേദന ഉള്ളവരാണെങ്കിലും വജ്രാസന അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി മടക്കി വെച്ച് നോക്കാം. അത് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഈ ഒരു പോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് ഉഷ്ട്രാസന ചെയ്യാം. അതിനായിട്ട് കാൽമുട്ടുകളിൽ കുത്തി നിൽക്കുക. ഇതിൽ കാൽമുട്ടുകൾ തമ്മിൽ ഹിപ്പ് വിഡ്ത്ത് അകലത്തിൽ ആണ് നിൽക്കേണ്ടത്. അതിനുശേഷം കൈകൾ രണ്ടും പിന്നിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് പതിയെ പിന്നിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ ആണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പതിയെ ഓരോ കൈകളായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റീനടുത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞാൽ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത്രയും വളയാനായിട്ട് സാധിക്കുന്നില്ല, സ്പൈൻ അത്ര ഫ്ലെക്സിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എന്തോരം പറ്റുമോ, തല മാത്രമാണ് പിന്നിലോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത്രയും മതി, ആ രീതിയിൽ നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. വീണ്ടും നമുക്ക് ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിലിരിക്കുക.
മുന്നിലോട്ട് കുനിഞ്ഞു വരിക. ശശാങ്കാസന ചെയ്യാം. കൈകൾ രണ്ടും മുന്നിലോട്ട് നീട്ടി കൊടുത്തിട്ട് ഹിപ്പ് ഉയർത്താതെ തന്നെ നിങ്ങൾക്ക് മുന്നിലോട്ട് കുനിഞ്ഞ് തല മുന്നിൽ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ബട്ടക്സ് ഉയർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആവശ്യത്തിന് റിലാക്സേഷൻ എടുത്തതിന് ശേഷം സാവധാനം തല ഉയർത്തി കൊണ്ടുവരാം. നെയ്യിൽ ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിൽ വന്നു. ഒന്നുകൂടി ശശാങ്കാസന ചെയ്യാം. കൈകൾ രണ്ടും പിന്നിൽ കൂട്ടിപ്പിടിച്ചിട്ട് ശ്വാസം എടുത്ത് തല സാവധാനം ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നിലോട്ട് ബെൻഡ് ചെയ്ത് നിൽക്കുക. നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ബട്ടക്സ് ഉപ്പൂറ്റിയിൽ നിന്ന് ഉയരാതെ തന്നെയാണ് തല താഴേക്ക് കൊണ്ടുവരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. ശേഷം സാവധാനം ശ്വാസം എടുത്ത് തല ഉയർത്തി കൊണ്ടുവരാം. മുട്ടുകൾ അടുപ്പിച്ച് വെച്ചിട്ട് തല താഴ്ത്താൻ ബുദ്ധിമുട്ടുള്ളവരാണ്, നല്ല വയറുള്ളവരാണ് എന്നുള്ളവരൊക്കെ കാലിൻ്റെ മുട്ടുകളൊന്ന് അകത്തി വെച്ചിട്ട് ഇത് തന്നെ ചെയ്താൽ ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ കൈകൾ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നവർ ആ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കൈമുട്ട് മടങ്ങാതെയാണ് കൈകൾ മുകളിലോട്ട് വലിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഷോൾഡറിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു സ്ട്രെച്ചിങ്. പതിയെ കൈകൾ തിരിച്ചു കൊണ്ടുവരാം. ശ്വാസമെടുത്ത് സാവധാനം തല ഉയർത്തി കൊണ്ടുവരാവുന്നതാണ്. ശശാങ്കാസനയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിലിരുന്നതിന് ശേഷം കാലുകൾ റിലീസ് ചെയ്ത് കാലുകൾ നീട്ടി വെക്കുക.